നമ്മുടെ നാട്ടിൽ നിന്നും വിഭിന്നമായി ചെറിയ മാവുകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ? ഇത് നമ്മുടെ കേരളത്തിന്റെ കാന്തല്ലൂരിൽ തന്നെയാണ് കേട്ടോ. സ്വദേശിയും വിദേശിയുമായ ഒത്തിരി മാമ്പഴ വെറൈറ്റികളാണ് ഇവിടെ പൂത്ത് കായ്ച്ചു നിൽക്കുന്നത്. പലതിനും 2 വർഷത്തിൽ താഴെ മാത്രമാണ് പ്രായം. എന്താണ് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നും വിഭിന്നമായി ഇത്രയധികം പൂത്ത് കായ്ക്കാനുള്ള കാരണം? അത് ഇവിടെ കിട്ടുന്ന ചില്ലിംഗ് അവേഴ്സ് അഥവാ കോൾഡ് സ്ട്രെസ് തന്നെയാണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് പല ഉത്തരേന്ത്യൻ മാമ്പഴ വെറൈറ്റികളും നമ്മുടെ നാട്ടിൽ ശോഭിക്കുന്നത് കുറവായി കാണപ്പെടാറ്. ഈ പ്രദേശം നമ്മുടെ കേരളത്തിന്റെ ഭാഗമാണെങ്കിലും ഇവിടെ മാമ്പഴത്തിന്റെ വിളവെടുപ്പ് കാലം വ്യത്യസ്തമാണ്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണത്രേ ഇവിടെ മാമ്പഴം മൂത്തുവിളഞ്ഞു കിട്ടുന്നത്. കേരളത്തിന്റെ സമതല പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇവിടെ പഴച്ചെടികളുടെ കായിക വളർച്ച കുറവാണ്. കൂടാതെ ശൈത്യകാലത്തെ അതീവ തണുപ്പും വെയിലിന്റെ അഭാവവുമൊക്കെ ഇവ നന്നായി പൂത്തു കായ്ക്കാൻ ഒരു കാരണമാകുന്നു. കാന്തല്ലൂർ പോലുള്ള പ്രദേശങ്ങളിൽ സാധാരണഗതിയിൽ മാമ്പഴങ്ങൾ ആരും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് കാണപ്പെടാറില്ല. ഇവിടുത്തെ വന്യമൃഗങ്ങൾ തന്നെയാണ് അതിന് ഒരു കാരണം. ഇവിടുത്തെ കാലാവസ്ഥ പഴങ്ങളുടെ രുചിയെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്ന് ഈ വർഷത്തെ മാമ്പഴങ്ങളുടെ രുചി നോക്കി നമുക്ക് വിലയിരുത്താവുന്നതാണ്. വ്യത്യസ്തമായ പല വിദേശ പഴച്ചെടികളും കൃഷി ചെയ്യാൻ പറ്റിയ അനുയോജ്യമായ ഇടം തന്നെ. ആപ്പിൾ, ഓറഞ്ച്, മാൻഡറിൻ, പെർസിമോൺ മുതലായ പല വിദേശ ഇനങ്ങളും ഇവിടെ വിളഞ്ഞു കാണാറുണ്ട്. കാന്തല്ലൂരിന്റെ ആപ്പിൾ നമ്മുടെ കേരളത്തിലും വളരെയധികം പ്രസിദ്ധമാണല്ലോ. ഓറഞ്ച് പോലുള്ള വെറൈറ്റികളും ഇവിടെ അധികം കാണപ്പെടാറുണ്ട്. ഇത് ബ്ലാക്ക്ബെറിയാണ്. പ്രത്യേകിച്ച് ഒരു പരിചരണവും ഇല്ലാതെ തന്നെ ഇവിടെ ഇതൊരു കുറ്റിച്ചെടിയായി വളർന്നു കാണപ്പെടാറുണ്ട്. സബ് ട്രോപ്പിക്കൽ വെറൈറ്റികളായ ഓറഞ്ച്, ആപ്പിൾ പോലുള്ള പല വെറൈറ്റികളും നമ്മുടെ നാട്ടിൽ കായ്ക്കുമെന്ന് അവകാശപ്പെടുന്ന നഴ്സറികളൊക്കെ ഇത്തരം പ്രദേശങ്ങളിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്തരം പ്രദേശങ്ങളിൽ കായ്ക്കുന്ന ഈ പഴച്ചെടികളൊന്നും നമ്മുടെ നാട്ടിലെ സമതല പ്രദേശത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യത വളരെയധികം കുറവാണ്. തണുപ്പുള്ള പ്രദേശങ്ങളിൽ നിന്ന് പൂത്ത് കായ്ച്ച ചെടികൾ നമ്മുടെ നാട്ടിലെ പല നഴ്സറിക്കാരും കൊണ്ടുവരികയും ഇവ നമ്മുടെ നാട്ടിൽ കായ്ക്കുമെന്നൊക്കെ അവകാശപ്പെടുന്നത് നമുക്ക് കാണാമല്ലോ. അടുത്ത വർഷം മുതൽ ഇവ നമ്മുടെ നാട്ടിൽ ചില്ലിംഗ് അവേഴ്സ് അഥവാ തണുപ്പ് കുറയുകയും ഇവ പൂക്കാനും കായ്ക്കാനുമുള്ള സാധ്യത മങ്ങുകയും ചെയ്യാറുണ്ട്. കൂടാതെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ വെച്ച് ഇവയുടെ കായിക വളർച്ച കൂടുകയും വളർന്ന് വലുതായി ഒരു പാഴ്മരമായി മാറാനുള്ള സാധ്യതകളൊക്കെ എപ്പോഴും നമ്മൾ മുന്നിൽ കാണുക. ഇത്തരം പഴച്ചെടികൾ നമ്മുടെ നാട്ടിലെ നഴ്സറികളിൽ കായ്പിച്ച് ഉറപ്പുവരുത്താൻ അവർക്ക് കൂടെ സാധിക്കട്ടെ.